ഹായ്. നമ്മുടെ SSC എക്സാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ബോഡിയാണ് SSC എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എക്സാമിനെ കുറിച്ച് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരുപാട് പേര് എസ്പെഷ്യലി ഫ്രഷേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ എക്സാമിനെ കുറിച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ച് പലർക്കും എക്സാമിന്റെ പാറ്റേൺ അങ്ങനെയൊക്കെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതെല്ലാം അറിയാം. പക്ഷെ ആദ്യമായിട്ടൊക്കെ ഇതിലേക്ക് വരുന്നവർക്ക് കുറേ കൺഫ്യൂഷൻസ് വരാറുണ്ട്. ലൈക്ക് ഇത് എന്താ സംഭവം, ഇത് എവിടെ നിന്നാണ് വിളിക്കുന്നത്, എവിടെ നിന്ന് അറിയുന്നത് എന്നൊക്കെയുള്ള, അതേപോലെ ഈ പോസ്റ്റൊക്കെ എത്തണമെങ്കിൽ ഇതിൽ ഏത് എക്സാമാണ് നോക്കണ്ടേ എന്നൊക്കെ കുറേ ഡൗട്ട്സ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എക്സാമോ ഏതെങ്കിലും ഒരു കണ്ടക്ടിങ് ബോഡി മാത്രമല്ല, പല എക്സാംസും പല കണ്ടക്ടിങ് ബോഡീസും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ SSCയുടെ ചില സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ ചില ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രീസ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പവർഫുൾ നമ്മുടെ ഹോം മിനിസ്റ്ററിന്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഉണ്ട്, ലൈക്ക് CBI, NIA. അതുപോലെ നമ്മുടെ അല്ലാത്ത ഇപ്പം ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കസ്റ്റംസ്, അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസും, അതുപോലെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് എന്ന് പറയുന്ന CBI അങ്ങനെയൊക്കെ വരുന്നതുണ്ട്. ലൈക്ക് സിമ്പിളായിട്ട് ഇൻകം ടാക്സ്, കസ്റ്റംസ്, ഇങ്ങനെ സെൻട്രൽ എക്സൈസ് ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷനിലേക്കൊക്കെ ഉള്ള റിക്രൂട്ട്മെന്റ് ആണ് SSC നടത്തുന്നത്. അതിന്റെ ഗ്രൂപ്പ് B തൊട്ട് നമ്മുടെ ഏറ്റവും താഴെയുള്ള പോസ്റ്റ് വരെയുള്ള റിക്രൂട്ട്മെന്റ്സ്, പിയൂൺ വരെയുള്ള പോസ്റ്റിന്റെ റിക്രൂട്ട്മെന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇത് അല്ലാതെ പിന്നെയും ഉണ്ട്. നമ്മളിപ്പം ബാങ്കിങ് സെക്ടർ ആണെങ്കിൽ ഫുൾ ബാങ്കിങ്ങിന്റെ റിക്രൂട്ട്മെന്റ്സ് നടത്തുന്നത്. ചിലതൊക്കെ അവർ ഡയറക്റ്റ് നടത്തും, ചിലത് IBPS ആണ് നടത്തുന്നത്. മോസ്റ്റ് ഓഫ് ദി എക്സാംസും IBPS ആണ് നടത്തുന്നത്. അപ്പോൾ ഇത് കൂടാതെ റെയിൽവേയുടെ എക്സാം സെപ്പറേറ്റ് റെയിൽവേ നടത്താറുണ്ട്. അതുപോലെ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ, IB, ഇതേപോലെ പിന്നെ ISRO, DRDO, ഇങ്ങനെ ഒരുപാട് FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇങ്ങനെയൊക്കെ ഒരുപാട് എക്സാംസ് വേറെയും ഉണ്ട്. ഇനി ഈ എക്സാംസിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാം, എല്ലാ വർഷവും കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് വിളിക്കുന്ന ഒരു എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ വരുന്ന ചില എന്താ പറയുക, അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകളിലേക്ക്, ഏതെങ്കിലും 1-2 പോസ്റ്റിലേക്ക് പോലും അല്ല, ഏകദേശം ലാസ്റ്റ് ടൈം വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 36-38 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിരുന്നത്. സോ അതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ SSCയുടെ CGL എക്സാം നടത്തുന്നത്. SSCയുടെ CGL എക്സാം, SSCയുടെ അണ്ടറിൽ ഈ ഒരു എക്സാം മാത്രമല്ല വേറെ എക്സാംസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അറിയാനുള്ള സിമ്പിൾ വഴി എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ വർഷവും ഒരു ഡിസംബർ അല്ലെങ്കിൽ നവംബർ, ഡിസംബർ ആ ഒരു സമയമാകുമ്പോൾ SSC അതിന്റെ തൊട്ടടുത്ത വർഷം വരാനിരിക്കുന്ന എക്സാംസിന്റെ ഒരു കലണ്ടർ റിലീസ് ചെയ്യും. ഓക്കെ, അടുത്ത വർഷം ഈ എക്സാംസ് ഒക്കെയാണ് വിളിക്കാൻ പോകുന്നത്. ആൻഡ് ഇത് എല്ലാ വർഷവും റിലീസ് ചെയ്യുന്ന കലണ്ടർ. ചിലപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ പുതിയതായിട്ട് എന്തെങ്കിലും വന്നാലേ ഉള്ളൂ. ഓൾറെഡി ഉള്ളതൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി ഉള്ള കലണ്ടർ റിലീസ് ചെയ്യും. അപ്പോൾ അതിൽ കൊടുത്തേക്കുന്നത് എക്സാമിന്റെ പേരുകളും, അത് ഏത് മാസം വിളിക്കും, ഏത് മാസം ആയിരിക്കും അതിന്റെ എക്സാം ഏകദേശം നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിനെ കുറിച്ച് എവിടെ നിന്ന് അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ SSCയുടെ കലണ്ടർ വഴിയാണ് അറിയുന്നത്. ഇനി കലണ്ടർ നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ഒന്ന്, നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിനെ കുറിച്ചുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസ്, ഈവൻ കലണ്ടർ വരുന്നത് തൊട്ട് നോട്ടിഫിക്കേഷൻ തൊട്ട് ഈവൻ പ്രീവിയസ് ക്വസ്റ്റിന്റെ ഡിസ്കഷൻ അടക്കം നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് കിട്ടും. അതല്ല, ഈ കലണ്ടറിന്റെ എക്സാക്ട് PDF തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ SSCയുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. നിങ്ങൾ ചുമ്മാ നമ്മുടെ ഗൂഗിളിൽ SSC സെർച്ച് ചെയ്താൽ മതി. ആദ്യം കാണിക്കുന്ന ലിങ്ക് തന്നെയാണ് SSCയുടെ ഒഫീഷ്യൽ സൈറ്റ്. ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സും എല്ലാം അറിയാൻ പറ്റുന്നത്. അവിടെ നമുക്ക് ഇതിന്റെ PDFs ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. ആ ഒരു കലണ്ടർ ഡൗൺലോഡ് ചെയ്ത് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ആ കലണ്ടർ റിലീസ് ആവുമ്പോൾ, അത് നവംബർ, ഡിസംബറിലാണ് ആവുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവുന്ന സമയം നമ്മൾ ഈ ചാനൽ വഴി അത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ അറിയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ കലണ്ടർ ആക്ച്വലി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് അറിയുമ്പോൾ കലണ്ടറിനെ കുറിച്ച് അറിയാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ആ PDF അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ പറ്റും. ഇനി വൺസ് ഈ കലണ്ടർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കലണ്ടറിനനുസരിച്ച് നമുക്ക് ഡേറ്റ്സ് അറിയാൻ പറ്റും. ആ ഡേറ്റ്സ് അറിയാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാം. അതുപോലെ ഏതൊക്കെ എക്സാംസാണ് വരുന്നതെന്നുള്ളതും ഒരുമിച്ച് ഏതൊക്കെ എക്സാം പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് കൂടി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കേസിൽ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ SSC എക്സാം ഇത്രയും പോപ്പുലർ ആവാൻ SSCയുടെ ഒരുപാട് എക്സാംസിന്റെ സിലബസ് സെയിം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഇപ്പോൾ SSCയുടെ CGL, CSSL, MTS, സെലക്ഷൻ പോസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ SSCയുടെ GD, SSCയുടെ CPO, അതേപോലെ ഓക്കെ ഈവൻ ബാക്കിയുള്ള ഇനി എക്സാംസ് ഉണ്ട്. പക്ഷെ ആ എക്സാംസിലായാലും ഇപ്പൊ ഈ പറഞ്ഞ 6 എക്സാമിന്റെ ഒക്കെ സിലബസ് എക്സാക്ട്ലി സെയിം. പിന്നെ ബാക്കിയുള്ളതിലേക്ക് വരുമ്പോൾ ഇല്ല, ചില ഏരിയസ് പഠിക്കാനില്ല, ചില ഏരിയ മാത്രമേ പഠിക്കാനുള്ളൂ. അങ്ങനെ ഒരു കാര്യമാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ പക്ഷെ അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ, SI, ഡ്രൈവർ, ഇങ്ങനെ പിന്നെയും ഉണ്ട് ഒരുപാട് എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലണ്ടർ വഴിയാണ് നമ്മൾ ഇത് അറിയുന്നത്. അപ്പം നമുക്ക് എക്സാമിന്റെ സമയം കലണ്ടർ വഴി അറിയാം. നമുക്ക് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നമ്മുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ ഇതിന്റെ ഇനി ഓരോ സമയമാകുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ എക്സാമിന്റെ ആ ഷെഡ്യൂൾ കൊടുത്തേക്കുന്നതനുസരിച്ച് ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഇതേ SSCയുടെ സൈറ്റിൽ ചെന്നിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്.
അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് ഏകദേശം 1.5 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും 1-2 മാസത്തിൻ്റെ അകത്തായിരിക്കും നമുക്ക് എക്സാംസ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്ന എവിടെ നിന്നാണെന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ. ഇനി ഞാൻ നിങ്ങൾക്ക് SSCയുടെ കലണ്ടർ ലാസ്റ്റ് ഇയർ വന്ന കലണ്ടർ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ SSCയുടെ 2025-2026 കലണ്ടർ. അപ്പോൾ ഞാൻ ചില ഇമ്പോർട്ടൻറ്റ് എക്സാംസ് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം ആയിരുന്നു ഈ വർഷം വിളിച്ച ലാസ്റ്റ് എക്സാം. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റെനോഗ്രാഫർ അങ്ങനത്തെ എക്സാംസും വിളിക്കാറുണ്ട്. സ്റ്റെനോഗ്രാഫറിന് വേണ്ടി സ്റ്റെനോഗ്രാഫി പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ആ സ്കിൽ ഉണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ സ്കിൽ ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഈ സ്റ്റെനോഗ്രാഫിന്റെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പക്ഷേ സ്റ്റെനോഗ്രാഫി പഠിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങളത് ഇത്രയും വർഷം പഠിച്ച് ഇതിന്റെ ഒരു എക്സ്പീരിയൻസും സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുവന്നാലേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ, അങ്ങനൊന്നുമില്ല. അതുപോലെ നമ്മുടെ ഹിന്ദി ട്രാൻസ്ലേറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെയും വരുന്ന ചില ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വേറെയും ചില എക്സാംസ്. പക്ഷെ അവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാം പഠിക്കാനില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൂ. ചിലപ്പോൾ റീസണിങ് മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ റീസണിങ് ഇംഗ്ലീഷും മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഏരിയാസ് വരുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാമാണ് SSCയുടെ CGL എക്സാം. ഇപ്പൊ നമ്മളും മെയിൻ ആയിട്ട് ഇന്നത്തെ ഈ സെഷനിലും CGLനെ കുറിച്ചാണ് ചെറിയൊരു ഐഡിയ നമ്മൾ നോക്കുന്നത്. ബട്ട് നമ്മൾ ഓവറോൾ SSCനെ കുറിച്ചാണ് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. CGL എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ. ഏതൊരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഒരാൾക്കും 18 വയസ്സിന് മുകളിലാണെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCയുടെ CGL എന്ന് പറയുന്നത്. ഇതിന്റെ അണ്ടറിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ പവർഫുൾ പോസ്റ്റുകളെല്ലാം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ചില മിനിസ്ട്രീസിലുള്ള പോസ്റ്റ്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി, ഫോറിനിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ നമ്മൾ ഇന്ത്യയിൽ കുറച്ചാൾ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കത് ഫോറിനിൽ അംബാസഡേഴ്സിന്റെ കൂടെയും ഹൈ കമ്മീഷണേഴ്സിനൊക്കെ കൂടെ അവരുടെ കൂടെ നമുക്ക് ഇവിടുന്ന് ഫോറിനിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റ് തൊട്ട് നമ്മുടെ CBI, NIA, അതുപോലെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, ഇതുപോലെ കസ്റ്റംസ് ഓഫീസർ, പ്രിവെന്റീവ് ഓഫീസർ, സെൻട്രൽ എക്സൈസ് ഓഫീസർ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ഓഫീസേഴ്സ്, അതുപോലെ ഇങ്ങനെ ഒരുപാട്, അതുപോലെ നമ്മുടെ ടാക്സ് അസിസ്റ്റന്റ്, ഇന്ത്യൻ പോസ്റ്റൽ അസിസ്റ്റന്റ്, അങ്ങനെയുള്ള പോസ്റ്റുകൾ അടക്കം ഏറ്റവും മേളത്തെ പോസ്റ്റ് തൊട്ട് ഏറ്റവും താഴെയുള്ള ആ ഒരു പോസ്റ്റുകൾ തന്നെ എല്ലാം ഗ്രൂപ്പ് B, ഗ്രൂപ്പ് സിയിൽ വരുന്ന പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് ഡിയിലോ താഴോട്ട് വരുന്ന പോസ്റ്റുകളല്ല, എല്ലാം ഗ്രൂപ്പ് B, ഗ്രൂപ്പ് സിയിൽ വരുന്ന. നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് A എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസാണ്. അതിന്റെ തൊട്ട് താഴെ വരുന്ന പോസ്റ്റുകൾ ഉള്ള എല്ലാമാണ് നമ്മുടെ ഈ SSCയുടെ ഈ ഒരു CGL എക്സാം വഴി റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാലും തീർന്നില്ല. പിന്നെ നമ്മുടെ ഡൽഹി പോലീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഡൽഹി പോലീസിലേക്ക് SIയുടെ പോസ്റ്റിന് വേണ്ടിയുള്ള നിങ്ങൾ കാണാൻ പറ്റും. ഇതിലൊക്കെ ആ ഒരു എക്സാം എപ്പം വിളിക്കുന്നുള്ള ഡേറ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ. അതിന്റെ രണ്ടാമത്തെ ഡേറ്റ് ആപ്ലിക്കേഷൻ എന്നാ ക്ലോസ് ചെയ്യുന്നുള്ള ഡേറ്റും, ഇത് നമ്മുടെ എക്സാം ഏകദേശം എപ്പോഴായിരിക്കും എന്നുള്ളൊരു ഡേറ്റുമാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇനി കലണ്ടർ ബാക്കിയുള്ളത് വെച്ചുകൂടി ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഇതാണ് വെറും +2 ക്വാളിഫിക്കേഷൻ വെച്ച് എഴുതാൻ പറ്റുന്ന എക്സാം ആണിത്. ഇത് വഴി നമുക്ക് അവിടെ ജോലി കിട്ടും. CBIയിൽ ക്ലർക്കൽ പോസ്റ്റ് ആയിട്ട് കിട്ടും. ഒരിക്കലും ഓഫീസർ പോസ്റ്റ് കിട്ടത്തില്ല, ക്ലർക്കൽ പോസ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ +2 മാത്രമേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ ഇതുവഴിയും CBIയിൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ MTS വെറും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ച് എഴുതാൻ പറ്റുന്ന എക്സാം. അതുപോലെ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പോലത്തെ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അവർക്ക് പോലും ആ ഒരു എക്സാംസ് ഉണ്ട്. അതുപോലെ നമ്മുടെ കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ് തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് ഒരുപാട്. നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ്, അതുപോലെ ഡൽഹി പോലീസിലുള്ള വേറെ ചില പോസ്റ്റുകൾ, അതുപോലെ കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ് എക്സിക്യൂട്ടീവ്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വിളിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാം SSCയുടെ GD എക്സാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഏറ്റവും ഹ്യൂജ് വേക്കൻസിക്ക് അത് വിളിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചാനലിൽ നിങ്ങൾക്ക് അവിടെ വീഡിയോ കാണാവുന്നതാണ്. അവിടെയും ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സാംസിന് വേണ്ടിയാണ് ഇത് വിളിക്കുന്നത്. അതുകൊണ്ട് SSC എക്സാംസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി SSC CGL എക്സാം ഒക്കെ പറയുമ്പോഴും ഈവൻ SSC എക്സാംസ് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ കിട്ടുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ചില ഫാക്ടേഴ്സ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും അട്രാക്റ്റീവ് ആയി മാറുന്നത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്കറിയാം, ഒന്ന് ജോബ് സെക്യൂരിറ്റി തന്നെയാണ്. നമ്മളൊരു ജോബ് എന്ന് പറയുമ്പോൾ ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, സ്റ്റേബിൾ ഇൻകം ഉണ്ടായിരിക്കണം. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ജോബ് സെക്യൂരിറ്റി മാത്രമല്ല, നിങ്ങൾക്കറിയാം അവിടെ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റും പവറും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് അവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് പോസ്റ്റുകളുണ്ട്. ഏതെങ്കിലും ഒരു പോസ്റ്റ് അല്ല ഉള്ളത്. ഇപ്പം ഒരു വർഷം നമ്മൾ എക്സാം എഴുതി ഒരു പോസ്റ്റ് കിട്ടിയാൽ അടുത്ത വർഷം നമുക്ക് വീണ്ടും എക്സാം എഴുതി 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക്, CSEB, SSC, RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. വീണ്ടും അതിനേക്കാളും ബെറ്റർ പോസ്റ്റ് എഴുതിയെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറിയാണ് വരുന്നത്. നിങ്ങൾക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് നിങ്ങൾക്ക് ഈ പറയുന്ന CGL അണ്ടറിൽ വരുന്ന മിക്കവാറും ഏറ്റവും പേ ലെവൽ 7 വരുന്ന പോസ്റ്റുകളൊക്കെ തന്നെ സാലറി ഒരു 70,000 80,000 മുകളിലാണ്. അപ്പോൾ അങ്ങനെയാണ് സാലറി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്, വളരെ റെസ്പെക്ട് തരുന്ന പോസ്റ്റുകൾ, പവർ തരുന്ന പോസ്റ്റുകളാണ് നമുക്ക് അവിടെ വരുന്നത്.
ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിക്കോസ് ഇന്റേണൽ എക്സാംസും നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് ഒക്കെ വഴി നമുക്ക് ഈവൻ ഫ്യൂച്ചർ ഗ്രോത്തിന് ഒരുപാട് സ്കോപ്സ് അവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് കൂടാതെ പിന്നെ നമുക്ക് വരുന്ന വേറെയും ഫാക്ടേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ആണ് മോസ്റ്റ് ഓഫ് ദി പോസ്റ്റ് എന്താ പറയുക പോസ്റ്റിനും ഉള്ളത്. ഇപ്പം നമ്മുടെ യൂണിഫോം പോസ്റ്റോ ഡൽഹി പോലീസ് പോലത്തെ പോസ്റ്റിനൊക്കെ നമുക്കറിയാം വർക്കിംഗ് അവേഴ്സ് കുറച്ചും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ അതർവൈസ് മോസ്റ്റ് ഓഫ് ദി പോസ്റ്റിനും ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് നാഷണൽ വൈഡ് പോസ്റ്റിംഗ് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സ്റ്റേറ്റിൽ തന്നെ അല്ല പല സ്റ്റേറ്റിലും നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വുമൺ കാൻഡിഡേറ്റ്സിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ അതുപോലെ എക്കണോമിക്കലി ബാക്ക്വേർഡ് കാൻഡിഡേറ്റ്സ് SC/ST കാൻഡിഡേറ്സിനൊക്കെ ആണെങ്കിൽ അവിടെ ആപ്ലിക്കേഷൻ ഫീസും ഇല്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ മെറിറ്റ് ബേസ്ഡ് ആണ് നമ്മുടെ ഇത് നടക്കുന്നത്. അവിടെ ഇന്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, എക്സാം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെറിറ്റ് അനുസരിച്ചാണ് നമുക്ക് ഈ പോസ്റ്റിംഗ് കിട്ടുന്നത്. സോ ആ പ്രോസസ്സും കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ ഇത് കൂടാതെ ഒരുപാട് ബെനിഫിറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ പോസ്റ്റിനെ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കിപ്പോൾ CGL എക്സാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ CGL എക്സാമിന്റെ ആ ഒരു വേക്കൻസീസ് എന്ന് പറയുന്നത്. നമ്മുടെ CGL എക്സാമിന്റെ വേക്കൻസി ഇപ്പം കാണാൻ പറ്റും. ഇത് ഏതെങ്കിലും ഒരു വർഷത്തെ വേക്കൻസി അല്ല കൊടുത്തിരിക്കുന്നത്, ഒരുപാട് വർഷത്തെ വേക്കൻസി എടുത്തിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് 10,000 അടുപ്പിച്ചാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ചില വർഷങ്ങളിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കോവിഡിന്റെ ഒരു ടൈം പീരീഡിൽ മാത്രം ഒരു ചെറിയ വേക്കൻസി കുറവുണ്ടായിരുന്നു. 2022 വലിയൊരു വേക്കൻസിക്ക് വിളിച്ചുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത വർഷം വേക്കൻസി 8,500 റേഞ്ചിലാണ് വിളിച്ചത്. അതും കുറവല്ല, നല്ല വേക്കൻസിയാണ്. പിന്നെ നമ്മുടെ 2024 നമുക്ക് വിളിച്ച വേക്കൻസി ഇതായിരുന്നു. 2025 ഇപ്പം വിളിച്ചിരിക്കുന്ന വേക്കൻസി ഇതാണ്. ഇനി ഇത് കൂടും, അത് നമുക്ക് എത്ര കൂടുന്നുള്ളത് നമുക്ക് കുറച്ചും കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നല്ല വേക്കൻസിക്കാണ് വിളിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന SSCയുടെ വേക്കൻസി അല്ല, SSCയുടെ CGLന്റെ മാത്രം വേക്കൻസിയാണ്. ഇപ്പോൾ SSCയുടെ GDയുടെ വേക്കൻസി എടുക്കുകയാണെങ്കിൽ SSCയുടെ GDയുടെ വേക്കൻസി എടുക്കുകയാണെങ്കിൽ അത് 53,000+ വേക്കൻസിയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വേക്കൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വേക്കൻസി നമുക്ക് ഈ വർഷം വിളിക്കുമ്പോൾ അറിയാൻ പറ്റും. 2 മാസം കൂടി 1 മാസം കൂടി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും ഹ്യൂജ് വേക്കൻസി, ഓൾമോസ്റ്റ് 1 lakhത്തോളം വേക്കൻസികൾക്കാണ് വിളിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് വരുന്നത്. ലൈക്ക് ഓൾമോസ്റ്റ് 1 lakh rupees സാലറി, നമ്മുടെ ജോബ് സെക്യൂരിറ്റി, ഹൈ റെപ്യൂട്ടേഷൻ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, വർക്ക് ലൈഫ് ബാലൻസ്, അതുപോലെ തന്നെ ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഗുഡ് ബെനിഫിറ്റ്സ്, അതുപോലെ ട്രാവൽ അലവൻസുകളിലേക്ക് വന്ന ട്രാവൽ അലവൻസ്, ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ്സ്, ലീവ് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ പെൻഷൻ സ്കീംസ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, പെയ്ഡ് ലീവ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ നമുക്ക് കരിയർ ഗ്രോത്ത്, നല്ല സാലറി, ഒരുപാട് എംപ്ലോയി ബെനിഫിറ്റ് സ്കീംസ് ഉണ്ട്, യൂണിഫോം പോസ്റ്റുകളുണ്ട്, എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സിന് എക്സ്ട്രാ പേ ഉണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു സംഭവത്തിന് വരുന്നത്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്പെക്ട് എന്നുള്ള സംഭവം അല്ലെങ്കിൽ ആ പവർ എന്നുള്ള സംഭവം നമുക്ക് ഈ പോസ്റ്റുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഒന്ന് അതേപോലെ അതിന്റെ കൂടെ കൊടുത്തിരിക്കുന്ന സാലറി, ഇപ്പൊ ഇത് പേ ലെവൽ ആണ് കൊടുത്തിരിക്കുന്നത്, അതിന്റെ കൂടെയുള്ള സാലറി അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പോസ്റ്റുകളുടെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ, CAGയുടെ ഓഫീസിൽ, അതുപോലെ വളരെ പവർഫുൾ പോസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആണ് ഇത്. പേ ലെവൽ 7 വരുന്ന പോസ്റ്റുകൾ. അപ്പോൾ അവിടുത്തെ സാലറി സ്കെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിയാൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ, ഇന്റലിജൻസ് ബ്യൂറോയിൽ, റെയിൽവേ മിനിസ്ട്രിയിൽ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ, എയർഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രിയിൽ, ബാക്കി മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷനിൽ, അതുപോലെ നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, പ്രിവന്റീവ് ഓഫീസർ, എക്സാമിനർ, ഇതെല്ലാം നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിലും ആണ് ഇതൊക്കെ വിളിക്കുന്നത്. ഇത് കഴിഞ്ഞ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, നമ്മൾ ന്യൂസിൽ എപ്പോഴും കേൾക്കുന്നത്. CBIയിൽ സബ് ഇൻസ്പെക്ടർ, SIയുടെ പോസ്റ്റ്, CBI അതാണ് ഒരുപാട് പേരുടെ ഒരു ഡ്രീം പോസ്റ്റാണ് ഇത്, CBI SI എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റിൽ ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ്, നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ നമ്മുടെ ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ്, അതിൻ്റെയൊക്കെ ഏജ് ലിമിറ്റും അത് നിങ്ങൾ കാണും. നോക്കിയാൽ ഇതെല്ലാം ഗ്രൂപ്പ് B പോസ്റ്റിൽ, ഇടയ്ക്ക് ഏതോ ഒരെണ്ണം ഇതൊക്കെയാണ് ഗ്രൂപ്പ് C പോസ്റ്റ് വരുന്നത്. അതിന്റെ ഏജ് ലിമിറ്റ് എല്ലാം തന്നെ നിങ്ങൾ കാണും. ഒരു 20 തൊട്ട് 30 വയസ്സ് അല്ലെങ്കിൽ 18 തൊട്ട് 30 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. തീർന്നിട്ടില്ല. ഓക്കെ, ഇത് കുറച്ച് ഇനിയും ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇനി ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് കാണും. ഇത് CGLന്റെ അണ്ടറിൽ മാത്രം വരുന്ന പോസ്റ്റിലാണെന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി ബാക്കി എക്സാം ആ എക്സാമിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റിലുണ്ട്. ആ പോസ്റ്റിൽ ഇതിന്റെ തൊട്ടടി വരുന്ന പോസ്റ്റിലായിരിക്കും. പക്ഷെ അവിടെയും വേറെ നോട്ടിഫിക്കേഷനും വേറെ വേക്കൻസിയും വേറെ പോസ്റ്റിലും ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ പെട്ടെന്ന് ഒരെണ്ണം പറയുകയാണെങ്കിൽ, കുറച്ച് അട്രാക്റ്റീവ് ഉള്ള ഒരെണ്ണം പറയുകയാണെങ്കിൽ, NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ്. അപ്പോൾ അതും ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വേറെയും ഒരുപാട് പോസ്റ്റിലുണ്ട്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാൻ പറ്റും. ഓഡിറ്റർ, അക്കൗണ്ട്സിന്റെ ഒക്കെ പോസ്റ്റ് പല മിനിസ്ട്രീസിലായിട്ട്. പിന്നെ നമ്മുടെ വേറെ അല്ലാതെ ടാക്സ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, അങ്ങനെയൊക്കെയുള്ള വേറെയും പോസ്റ്റിലുണ്ട്. ഏകദേശം 36 പോസ്റ്റിലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അത്രയും പോസ്റ്റുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ഇതിനൊക്കെ പഠിക്കാനുള്ള സിലബസ് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ സിലബസാണ്. നമ്മുടെ ഈ പറഞ്ഞ എക്സാംസിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ല, CGL, CSL, ഇതിനൊക്കെ തന്നെ നമുക്ക് പഠിക്കാൻ 4 ഏരിയ വരുന്നത്. റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GK. ഈ 4 ഏരിയ മാത്രമേ ഉള്ളൂ. ഈ 4 ഏരിയ
ഏരിയയിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഒറ്റ സിലബസ്, ആൻഡ് ഇതെല്ലാം നമ്മുടെ ഒരു 10th ക്ലാസ് ലെവലിലുള്ള സിലബസ് ആണ് വരുന്നത്. പക്ഷേ ഈ ഒറ്റ സിലബസ് വഴി നമുക്ക് കുറേ എക്സാംസ് എഴുതാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ CGL, CSL, MTS, CPO, GD, സെലക്ഷൻ പോസ്റ്റ്, ഇതെല്ലാം ഒരേ സിലബസിൽ എക്സാം നടക്കുന്നത്. എക്സാമിന്റെ പാറ്റേണിൽ ചെറിയ വ്യത്യാസം കാണും, എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിന്റെ എണ്ണത്തിൽ വ്യത്യാസം കാണും. പക്ഷേ ഈ പറയുന്ന സിലബസ് എന്താണ് എക്സാക്ട്ലി സെയിം ആണ്. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം ഇത് രണ്ടും കൂടി പറയാം. ഓക്കെ, നമ്മുടെ CGL നമുക്ക് ഇവിടെ 100 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് 200 മാർക്കാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, 100 ക്വസ്റ്റ്യൻ 200 മാർക്ക്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട 4 ഏരിയയിൽ നിന്ന് 25 വെച്ച് 4 ഏരിയയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അതേ സ്ഥലത്ത് CPO ആണെങ്കിൽ അതേ സെയിം സിലബസ്, പക്ഷേ 200 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 200 ക്വസ്റ്റ്യൻ 200 മാർക്ക്. ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ സിലബസ് മാറുന്നില്ല. ഓക്കെ, നമ്മുടെ ക്വസ്റ്റിന്റെ എണ്ണവും മാർക്കിലൊക്കെയാണ് ചെറിയ വ്യത്യാസം വരുന്നത്. പക്ഷേ സിലബസ് എന്താണ് എക്സാക്ട്ലി സെയിം ആണ്. എന്ന് ഞാൻ ഒരു സിലബസിന് പ്രിപ്പയർ ചെയ്യുക, കുറേ എക്സാം ഒരുമിച്ച് എഴുതുക എന്നുള്ളൊരു ആംഗിളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു എക്സാം നമ്മൾ ഫോക്കസ് ചെയ്ത് ശരിയായില്ലെങ്കിൽ പോലും നമുക്കിനി അത് അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സിവിൽ സർവീസ് ഒക്കെ പോലെ ഈ പറയുന്ന എക്സാം തന്നെ ഒന്ന് ശരിയല്ലെങ്കിൽ തൊട്ടടുത്ത് എക്സാം വരുന്നുണ്ട്, അതിന്റെ പോസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. അടുത്ത വർഷം വീണ്ടും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ്ലി മിസ്സായി പോകുന്നില്ല. അടുത്ത വർഷം നമ്മൾ വിചാരിച്ച എക്സാം നല്ലപോലെ എഴുതി നമുക്ക് ക്ലിയർ ചെയ്യാം അടുത്ത വർഷം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന ഒരു വർഷം പിന്നെ നമ്മുടെ സമയം മൊത്തം പോയി എന്നൊരു ആംഗിൾ നമുക്ക് വരുന്നില്ല. ഇനി ഇത് നിങ്ങൾ കാണുന്നതാണ് CGLന്റെ CSSന്റെയും അതേപോലെ സെലക്ഷൻ പോസ്റ്റിന്റെ ഒക്കെ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾ കാണുന്നത്. എക്സാം പാറ്റേൺ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി മാത്രം. നമ്മൾ പറഞ്ഞല്ലോ അതേ 4 ഏരിയ, 25 ക്വസ്റ്റ്യൻ വെച്ച് 4 സ്ഥലത്ത് നിന്ന് 100 ക്വസ്റ്റ്യൻ 200 മാർക്ക് 60 മിനിറ്റ്. ഇനി ഇമ്പോർട്ടന്റ് എന്താ, ഇത് CGLന്റെ മാത്രം ഒരു എക്സാം പാറ്റേൺ അല്ല. CSSന്റെ എക്സാം പാറ്റേൺ ഇത് തന്നെ, സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം പാറ്റേൺ ഇത് തന്നെ. ബാക്കിയുള്ള എക്സാമിന്റെ സിലബസ് സെയിം, പാറ്റേൺ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. ചിലതിന് 80 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ ചിലതിന് 90 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ MTS എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട്. GD എടുക്കുകയാണെങ്കിൽ 80 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻസിന് എണ്ണം വരുന്നത്. അപ്പോൾ എണ്ണത്തിൽ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. നമുക്ക് അവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നില്ല. നമ്മുടെ ഈ പറഞ്ഞ സിലബസിൽ വ്യത്യാസം വരുന്നില്ല. ഇതാണ് നമ്മുടെ സിലബസ്. ഇപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ, പഠിക്കാൻ പ്ലാൻ ഉള്ളവർ, ഇനി ഫ്യൂച്ചറിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ, ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ടോപ്പിക് പെട്ടെന്ന് വായിച്ചു നോക്കിയാൽ ഇതൊന്നും അങ്ങനെ ഭയങ്കര ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നുമല്ല. നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള, സ്കൂളിൽ 3ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള അതേ ഏരിയ ആണ് ചോദിക്കുന്നത്. ഇതേ നമ്മുടെ ബോഡമസ്, നമ്പർ സിസ്റ്റം, നമ്മൾ അതൊക്കെ വളരെ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നത് നിങ്ങൾക്കറിയാം. അതുപോലെ ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ, അതുപോലെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പിന്നെയും ഉണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പറ്റൻസ്. ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് തന്നെ. വേറെ പ്രത്യേകിച്ച് നമ്മൾ പിന്നെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള അഡ്വാൻസ് മാത്സ്, ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി, മെൻസ്ട്രേഷൻ, അതൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഇന്റിഗ്രേഷനോ ഡിഫറൻസിയേഷനോ മാട്രിക്സോ സെറ്റോ ഇങ്ങനെയുള്ള ഏരിയാസ് ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, നമ്മുടെ കുറച്ച് ജനറൽ ആയിട്ടുള്ള നമ്മുടെ സ്കൂളിൽ വളരെ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കുറച്ച് ഏരിയ, അതാണ് നമ്മുടെ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇതുപോലെ ബാക്കിയുള്ള സിലബസ് കൂടി പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ റീസണിങ്ങിന്റെ സിലബസ്. നമുക്ക് കാണാൻ പറ്റും. അതിലും പല ടോപ്പിക്, നമ്മുടെ പേപ്പർ ഫോൾഡിങ്, പേപ്പർ കട്ടിങ്, ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ്. പിന്നെ ബാക്കിയുള്ള പല ടോപ്പിക്കും വായിക്കുമ്പോൾ പേര് കാണുമ്പോൾ എന്തോ ഭയങ്കര ഡിഫിക്കൽട്ട് ഏരിയ പോലെ തോന്നുമെങ്കിലും ആക്ച്വലി സംഭവങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ്, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷിലേക്ക് വരുവാണെങ്കിൽ ഇംഗ്ലീഷ് ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ സിലബസ്. പക്ഷേ എഗെയിൻ നമുക്ക് പഠിക്കേണ്ടതെന്ന് തന്നെ പണ്ട് സ്കൂളിലൂടെ നമ്മൾ പഠിക്കുന്ന ആർട്ടിക്കിൾ, നൗണ്, വെർബ്, അഡ്വർബ്, പ്രൊണൗണ്, നൗണ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഇല്ലേ, ഇതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യണം, എറേഴ്സ് സ്പോട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ സെന്റൻസിനെ ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, സെന്റൻസിലുള്ള തെറ്റുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. ഏതെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യണം. എന്തെങ്കിലും വേർഡ്സ് എന്താ പറയുക, അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ തന്നെ വരുന്നത്. നമുക്ക് അവിടെ ഷഫ്ലിംഗ് ഓഫ് സെന്റൻസ്, നമുക്ക് 3-4 സെന്റൻസ് എന്നിട്ട് അതിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുന്ന പോലത്തെ. പിന്നെ പണ്ട് സ്കൂളിലോട്ടെ നമ്മൾ ചെയ്യുന്ന സംഭവമാണ് കോംപ്രൻഷനും ഈ പറഞ്ഞ ക്ലോസ് ടെസ്റ്റും. ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് അവിടെ ഇംഗ്ലീഷിലായാലും വരുന്നത്. പിന്നെ ഫൈനലി നമ്മുടെ GK എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വരെ പഠിക്കുന്ന നമ്മുടെ എക്കണോമിക്സ്, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ പറഞ്ഞ റെയിൽവേ എക്സാമിന് പോലും ഇതൊക്കെ തന്നെ പഠിക്കാനുള്ളത്. അവിടെ ഇംഗ്ലീഷ് പഠിക്കേണ്ട, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പറയുന്ന SSC എന്ന് പറയുമ്പോൾ SSC മാത്രമല്ല, നമ്മുടെ IBയുടെ എക്സാമിന്റെ സിലബസ് എക്സാക്ട്ലി സെയിം ആണ്. നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചതായിട്ട്, ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ, ഒരു സിലബസ് വേണ്ടി പഠിക്കുമ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്ന, ഒരുപാട് അതേ സെയിം സിലബസ് നടക്കുന്ന എക്സാംസ് ഏതാണെന്ന് കൂടി ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള എക്സാം കലണ്ടർ നമ്മുടെ ഈ വരുന്ന നവംബർ ഡിസംബറിൽ വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് നമ്മൾ ഈ ചാനൽ വഴി തരുന്നതായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ ചെയ്തു തുടങ്ങുക. അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കില്ല, കലണ്ടർ വന്ന ഉടനെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കണമെങ്കിൽ കലണ്ടർ വരുന്ന ഒരു സമയം എടുക്കാം. പക്ഷേ അത് പഠിച്ചു തുടങ്ങുക, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ആൻഡ് പഠിച്ച് എത്ര നല്ലപോലെ പഠിക്കുന്നു അത്രയും നല്ല മാർക്കും അത്രയും നല്ല പോസ്റ്റും കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ CGL 36 പോസ്റ്റ് ഉണ്ടെങ്കിലും അത് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് കിട്ടത്തില്ല.
അതിൽ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ആ പോസ്റ്റ് കിട്ടണമെങ്കിൽ എനിക്ക് ആ ലെവൽ ഓഫ് മാർക്ക് വാങ്ങണം. അപ്പം എനിക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയാൽ ഞാൻ എൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും കഴിഞ്ഞ പ്രിഫറൻസ് കൊടുക്കുന്ന പോസ്റ്റുകൾ തന്നെ എനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങി അത്രയും നല്ല മാർക്ക് വാങ്ങിക്കുക, ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുക. സോ ദാറ്റ് ഞാൻ കൊടുക്കുന്നതായിരിക്കണം എനിക്ക് കിട്ടുന്ന ജോലി എന്നൊരു ആംഗിളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ പ്രിഫറൻസ് കൊടുത്ത് നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് എത്താൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ അതിനുള്ള സമയമായി എന്ന് നമുക്ക് പറയാം. ബിക്കോസ് അടുത്ത മാസം നമ്മുടെ കലണ്ടർ, അടുത്ത 2 മാസത്തിനകത്ത് കലണ്ടർ വരും. സോ അതിന് മുമ്പേ പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എൻട്രിയിൽ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ബാച്ചസ് ഉണ്ട്. SSC മിഷൻ SSC 2026 എന്ന് പറയുന്ന ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ഈ ബാച്ചസിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസും മെറ്റീരിയൽസും ബുക്സും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അവിടെ റെക്കോർഡ് ക്ലാസ്സസ് വരും. അത് നിങ്ങൾക്ക് സമയമുള്ള പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈവൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും, കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഈ എക്സാംസ് എഴുതാൻ റെഡി ആയിരിക്കും. ഓക്കെ, അല്ല നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന റെക്കോർഡ് ക്ലാസ് നിങ്ങളുടെ സമയം അനുസരിച്ച് കാണാം. നിങ്ങളുടെ ആ റെക്കോർഡ് ക്ലാസ്സിൽ പോയ ടോപ്പിക്സിന്റെ ലൈവ് ക്ലാസ്സസ് ആണ് ഈവനിങ് പോകുന്നത്. സോ നിങ്ങൾക്ക് ആ ഈവനിങ് ലൈവ് ക്ലാസ്സസ് മിസ് ആവത്തില്ല. എന്നാൽ അതൊരു 7 മണിക്ക് ശേഷമേ പോകാറുള്ളൂ. സോ നിങ്ങൾക്ക് ഡേ ടൈം നിങ്ങളുടെ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ നടന്നതിന് ശേഷം ഈവനിങ് 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ലൈവ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. അത് മിസ്സാവാതെ. പിന്നെ ഇത് കൂടാതെ തന്നെ ഈ ബുക്കുകൾ മെന്റേഴ്സിന് സപ്പോർട്ട് കാണും നിങ്ങൾക്ക്. അപ്പോൾ മെന്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. ഇത് കൂടാതെ ഞാൻ നേരത്തെ ഉള്ള ഈ ബുക്കുകൾ, ക്വിസുകൾ, മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾക്ക് അവിടെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ഡിസ്കഷൻസ്, കോർ ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അവിടെ കിട്ടും. ആപ്പിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എയുടെ സപ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ വീക്ക് ഏരിയ ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെയുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പം കറൻ്റ്ലി ഉള്ള ഓഫേഴ്സ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ഓഫേഴ്സിൽ നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു മന്ത് സ്പെഷ്യലാണ്. ബിക്കോസ് നമ്മുടെ ഈ ഒരു 100 എൻട്രിയിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൽ 100 ബാച്ചിലായിട്ട് ഏകദേശം 3000-ഓളം ആൾക്കാർ പ്ലേസ് ആയി, അല്ലെങ്കിൽ ആ 3000 എന്നുള്ളൊരു നമ്പർ റീച്ച് ചെയ്തൊരു മന്താണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മന്തിൽ ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുറേ ഓഫേഴ്സും ഉണ്ട്. സോ നിങ്ങൾക്ക് ആ ഓഫേഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കിയും നിങ്ങൾ പഠിക്കുന്ന ഡിഗ്രി വെച്ചുകൊണ്ട് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാണ്, ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് അടക്കം നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് കുറച്ചൊരു ക്ലാരിറ്റിയിൽ നിങ്ങൾ പഠിച്ച ഡിഗ്രി വെച്ചുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി ആയാലും പോലും ഓക്കെ, അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ എവിടെ നിന്ന് അറിയാം എന്ന് ചോദിച്ചാൽ, അറിയുന്ന ഏരിയസ് ഞാൻ പറഞ്ഞു. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് അറിയാൻ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ചാനലിൽ നിങ്ങൾക്ക് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വഴി തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊന്നും മിസ്സാവത്തുമില്ല. ഈവൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് അടക്കം നിങ്ങൾക്ക് ഇവിടെ ചാനലിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്